പലപ്പോഴും കുടുംബങ്ങളിൽ പിന്നെ വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പ്രകടിപ്പിക്കാൻ ആളുകൾ മറന്നുപോകും. സ്നേഹമൊക്കെ ഉണ്ട്, ഭാര്യക്കും ഭർത്താവിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്നേഹമുണ്ട്. പക്ഷെ ഈ സ്നേഹ പ്രകടനം പലപ്പോഴും മറന്നു പോകുന്നുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരു ഗിഫ്റ്റ്, എന്തെങ്കിലും നിസ്സാരമായ ഒരു വസ്തു നമ്മൾ സ്നേഹത്തോടു കൂടി ഒന്ന് ഭാര്യയ്ക്ക് സമ്മാനിച്ചു, അതൊക്കെ ചെറിയ പിന്നെ വിവാഹത്തിന്റെ തുടക്കത്തിലുള്ള ആളുകൾ മാത്രം ചെയ്യേണ്ടുന്ന കാര്യമൊന്നുമല്ല. ഭാര്യയും ഭർത്താവുമാണ്, തമ്മിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് എന്തെങ്കിലുമൊക്കെ ഹദിയയും ഗിഫ്റ്റും ഒക്കെ കൊടുക്കുക എന്നുള്ളത്. എന്തെങ്കിലും ഒന്ന് അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഐ ലവ് യു, ഐ വാല്യൂ യു, ഞാൻ നിന്നെ വിലമതിക്കുന്നു, നിന്നെ എനിക്ക് അത്രമേൽ ഇഷ്ടമാണ് എന്ന് പറയാൻ നമ്മൾ മറക്കാൻ പറ്റും അല്ലേ? നമ്മൾ പ്രകടിപ്പിക്കേണ്ടതില്ലേ? സ്നേഹത്തെ പ്രകടിപ്പിക്കുക എന്നത് നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ആ സ്നേഹപ്രകടനം കാണാൻ കഴിയും. ഭാര്യമാരോട്, മക്കളോട്, ഫാത്തിമത്തു ബിദ്ഉം മിന്നി, ഫാത്തിമ എന്നിൽപ്പെട്ടവളാണ്, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതാണ്. മക്കളോടും ഭാര്യമാരോടും ഒക്കെ എപ്പോഴും ഈ കയർത്ത് സംസാരിക്കലല്ല സ്നേഹം. അത് ചിലപ്പോ നമ്മൾ വിചാരിക്കും, ഈ പല ആൾക്കാർക്കും ഈ കയർത്ത് സംസാരിക്കാനേ അറിയുള്ളൂ, അതിന്റെ ഇടയിൽ ഈ സ്നേഹപ്രകടനം മറന്നു പോകും. ചിലപ്പോൾ അവർ തെറ്റിദ്ധരിക്കും നമുക്ക് അവരോട് സ്നേഹമല്ലേ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇന്ന അഅ്ളമ സ്വദഖ, ഏറ്റവും മഹത്തായ സ്വദഖ എന്താണെന്ന് അറിയുമോ? ലുഖ്മതൻ യളഉഹ റജുലു ഫീ ഫമി സൗജതി, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളയാണ് ഏറ്റവും വലിയ സ്വദഖ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഗിഫ്റ്റ് ഒന്നും കൊടുക്കണ്ട, ഒരു ഉരുള ഭക്ഷണം തന്റെ ഭാര്യയുടെ വായിലേക്ക് സ്നേഹത്തോടു കൂടി ഒന്ന് വെച്ചു കൊടുക്കുന്നത്, അത് തന്നെ പിന്നെ കെട്ടിമൂടിയ കാർമേഘക്കെട്ടുകളെല്ലാം ഇല്ലാതെയായി പോകുവാൻ പ്രാപ്തമാകുന്ന കാര്യമാണ് എന്നത് നമ്മൾ തിരിച്ചറിയുക. കുടുംബം, വിവാഹം എന്നതൊക്കെ അത്രമേൽ മനോഹരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇസ്ലാം പറഞ്ഞ രീതിയിലുള്ള, ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ദീൻ എപ്പോഴും മുന്നിലുള്ള രീതിയിൽ നമ്മൾ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ കുടുംബം, വൈവാഹിക ജീവിതം മനോഹരമാകും എന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരുമിക്കുന്ന കുടുംബങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി